നമുക്ക് ഇതുപോലെ മനോഹരമായിട്ടൊന്ന് കണ്ണുകൾ എഴുതിയാലോ? ഒരുപാട് പ്രോഡക്റ്റ്സ് ഒന്നും യൂസ് ചെയ്യാതെ നമ്മുടെ കയ്യിലുള്ള കാജലും ഐലൈനറും ഒക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ലുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അതിനായിട്ട് നമ്മൾ ആദ്യം നമ്മുടെ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാൻ ഈ ഒരു ഐബ്രോ പാലറ്റിനകത്തുള്ള ഈ ബ്രൗണും ബ്ലാക്കും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ എൻ്റെ ഐബ്രോസിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. സെന്റർ പോർഷനിൽ നിന്ന് തുടങ്ങിയിട്ട് നമുക്ക് താഴേക്ക് ആദ്യം ഒരു ലൈൻ പോലെ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് ഏത് ഐബ്രോ പാലറ്റ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. നിങ്ങളുടെ ഐബ്രോസിന്റെ കളറിന് മാച്ച് ആവുന്നത് എടുക്കണം. ഒരുപാട് ഡാർക്ക് കളറും ഒരുപാട് ലൈറ്റ് കളറും ഒരിക്കലും ചൂസ് ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. ആ ഭാഗം ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് താഴെ ഫില്ല് ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ് മുതലേ ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിലും താഴെ ലൈൻ ചെയ്തതിന് ശേഷം നമുക്ക് എവിടെയെങ്കിലും ഐബ്രോസ് കുറവായിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ചെറിയൊരു സ്ട്രോക്സ് പോലെ വരച്ചു കൊടുക്കാം കേട്ടോ. ആ ഭാഗം ഫില്ല് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു സ്പൂല് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്പൂല് വെച്ച് മേലേക്കൊന്ന് കോംബ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ സ്പൂല് ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും പഴയ മസ്കാരൻ്റെ കൊണ്ടുണ്ടെങ്കിൽ അതെടുത്താൽ മതി കേട്ടോ. എൻ്റെ 2 ഐബ്രോസ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം തന്നെ നമ്മുടെ ഫേസിൽ വന്ന ഒരു മാറ്റം കണ്ടില്ലേ? അതിനുശേഷം നമുക്ക് നമ്മുടെ ഐലിഡ്സ് ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് എൻ്റെ കയ്യിലുള്ള ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ. പാർട്ടി ലുക്കൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും ന്യൂട്രൽ ആയിട്ടുള്ള ഷെയ്ഡ്, അതായത് ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ ചൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ ആയിട്ടുണ്ടാവുക. ഐലിഡ്സ് ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് പോപ്പ് ചെയ്ത് നിൽക്കണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത്. ഇനി നമുക്ക് നമ്മുടെ വാട്ടർ ലൈൻ ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യാൻ നേരത്തെ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ബോൾഡ് ബ്ലാക്ക് ആയിട്ടുള്ള ഒരു കാജലോ അല്ലെങ്കിൽ കൺവെൻഷനോ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം, നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് ചൂസ് ചെയ്യാം. പക്ഷേ എഴുതുന്ന സമയത്ത് താഴെയും മുകളിലും വാട്ടർ ലൈൻ ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐലൈനർ എഴുതലാണ് കേട്ടോ. അപ്പോൾ ഐലൈനർ എഴുതുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മിഡിൽ പോർഷനിൽ നിന്ന് വേണം ആദ്യം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. എന്നിട്ട് ചെറിയൊരു വിങ് പോലെ വരച്ചു കൊടുക്കുക കേട്ടോ. ആ വിങ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയെന്ന് ഉറപ്പായി നമുക്ക് വേണ്ട അത്യാവശ്യം വീതിയിൽ നമുക്കത് ഡിഫൈൻ ചെയ്തെടുക്കാം കേട്ടോ. പിന്നീട് അത് നമുക്ക് നമ്മുടെ ഇന്നർ പോർഷനുമായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കട്ടി ഇനിയും കൂടുതലായിട്ട് വേണം തോന്നുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടി ഒന്നും കൂടി ഇച്ചിരി കൂടി കട്ടിയിൽ വരച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിങ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇവിടെ കൊണ്ട് എഴുത്ത് നിർത്താൻ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ ഐലൈനർ വെച്ചിട്ട് ഒന്നുകൂടി വരച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടി ഒരു ബോൾഡ് ലുക്ക് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഫസ്റ്റ് നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്റ്റെപ്പാണ് കേട്ടോ മസ്കാര എന്ന് പറയുന്നത്. നമുക്ക് മസ്കാര കണ്ണ് എഴുതിയിട്ടില്ലെങ്കിൽ പോലും മസ്കാര ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണ് നല്ല രീതിയിൽ വിടർന്ന് നിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഞാൻ ഈ ഐലൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ചൂസ് ചെയ്തിരിക്കുന്ന എല്ലാ പ്രോഡക്റ്റ്സും തന്നെ 200 രൂപയിൽ താഴെയുള്ള പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ തന്നെ വാങ്ങാം. ഞാൻ അത്യാവശ്യം നല്ല അഫോർഡബിൾ റേറ്റിലാണ് കിട്ടുന്നത്. അതിൻ്റെ ഇതിൽ ലിങ്ക്സ് വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ മസ്കാര ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ കണ്ണിന് വന്ന ഒരു മാറ്റം നോക്കിയാൽ കണ്ണ് നല്ല രീതിയിൽ വിടർന്ന് നിൽക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ. നമ്മുടെ കണ്ണിന് ഏത് ഷേപ്പ് ആണെങ്കിലും നമ്മൾ എഴുതുന്നതിനനുസരിച്ച് അതിൻ്റെ ഷേപ്പ് മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് പറ്റും. അതിനുശേഷം ലാസ്റ്റ് ഞാനൊരു പൊട്ടും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതാണ് നമ്മുടെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. അടിപൊളിയായിരിക്കും കേട്ടോ. പൊട്ടും കൂടി വന്നു കഴിയുമ്പോൾ ഈ ഐ മേക്കപ്പ് കണ്ടിട്ട് എന്താ തോന്നുന്നതെന്ന് പറയാനായിട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണം. അതുപോലെ ഇതുപോലെയുള്ള വെറൈറ്റീസ് ആയിട്ടുള്ള ഐ മേക്കപ്പ് വീഡിയോസ് ഒക്കെ വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.